ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയത് മുതലാണ് ബിബി ഷോയുടെ ഭാഗമായി നടക്കുന്ന മത്സരാർത്ഥിക്ക് PR വർക്കുകൾ കൂടുതൽ ചർച്ചാ വിഷയമായത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി PRനെ വെച്ചത് അനുമോൾ എന്നാണ് പറയപ്പെടുന്നത്. 6-ാം സീസണിൽ വിജയായ ജിൻഡോയ്ക്ക് വേണ്ടി PR ചെയ്ത അതേ ബിനുവാണ് ഇത്തവണ അനുവിന് വേണ്ടിയും പ്രവർത്തിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. 16 ലക്ഷത്തിന് അടുത്ത് പണം മുടക്കിയാണത്രേ അനു PRന് വെച്ചതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതുവരെയും അനു ഇതൊന്നും സമ്മതിച്ചിട്ടുമില്ല. PR വർക്കിന്റെ ഭാഗമായി കേരളത്തിലെ പ്രമുഖ യൂട്യൂബേഴ്സിന് വിനു പണം നൽകിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുൻ ബിഗ് ബോസ് താരം സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ പ്രതികരിച്ചിരിക്കുന്നു. ഒപ്പം 3 മാസം കൊണ്ട് ബിഗ് ബോസ് വീഡിയോയിലൂടെ താൻ നേടിയ യൂട്യൂബ് വരുമാനം സായി കൃഷ്ണ വെളിപ്പെടുത്തി. ഞാനൊരു യൂട്യൂബിന്റെ വീഡിയോ കണ്ടിരുന്നു. അതിൽ അനുവിന്റെ PR ആയ വിനു കാശ് കൊടുത്ത് കുറേ യൂട്യൂബർമാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. വ്യൂവർഷിപ്പ് അത്യാവശ്യമുള്ള യൂട്യൂബ് ചാനലുകൾക്ക് ഉള്ളവർക്ക് കാശ് വാങ്ങി ഒരാൾക്ക് വേണ്ടി വീഡിയോ ഇടുന്നത് എനിക്ക് തോന്നുന്നില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. 13 ലക്ഷം മുതൽ 16 ലക്ഷം വരെയാണ് കൊടുത്താകും അനു വിനുവിന് PR കൊടുത്തത്. അതിൽ 7 ലക്ഷമെങ്കിലും ഇപ്പോൾ കിട്ടിക്കാണും. ഇത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ വിനു കണക്ക് പുറത്തുവിടാൻ കഴിയില്ല എന്ന് എത്തിക്സാണ് എന്നോട് പറഞ്ഞത്. അതുപോലെ യൂട്യൂബേഴ്സിന് പണം കൊടുത്ത് സ്വാധീനിച്ചുവെന്നത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒട്ടുമിക്ക ചാനലുകളും പ്രഡിക്ഷൻ ലിസ്റ്റ് പുറത്തു വന്ന് തുടങ്ങിയപ്പോൾ മുതൽ വീഡിയോകൾ ഇട്ട് തുടങ്ങും. അപ്പോൾ ഒരു വർഷത്തിൽ 6 മാസത്തോളം ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ചാനലിന് നല്ലൊരു വരുമാനം അതുവഴി ലഭിക്കുന്നുണ്ടാകും. മിക്കതിനും നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. അതിനാൽ PR ബിനുവിന് നൽകുന്ന നിസ്സാര തുക ആവശ്യമായി വരില്ല. ഞാൻ ഈ സീസണിൽ വീഡിയോ വഴി ഉണ്ടാക്കിയ വരുമാനം 26 ലക്ഷത്തിന് മുകളിലാണ്. ഒരു ദിവസം ഒന്നോ രണ്ടോ ബിഗ് ബോസ് വീഡിയോകൾ മാത്രം ഇടുന്ന ആളാണ് ഞാൻ. എനിക്ക് ഇത്ര വരുമാനം വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഇടുന്ന യൂട്യൂബ് ചാനലുകൾക്ക് വരുമാനം എത്രയാകുമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് എന്തിനാണ് PRന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന നക്കാപ്പി ചെയ്യുന്ന 50,000 രൂപ? പല ചാനലുകൾക്കും വോട്ട് മറിക്കാനുള്ള കഴിവ് വരെ ഉണ്ടായിരിക്കും. അതുപോലെ PR ടീം തിരിച്ചു കൊത്തിയാൽ വിശ്വാസ്യത പോകും എന്നതുകൊണ്ട് അത്തരം ചാനലുകൾ PRന് വേണ്ടി വീഡിയോ ചെയ്യാൻ സാധ്യതയില്ല. ആരും സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടില്ലല്ലോ. എൻ്റെ ഭാര്യ സ്നേഹയുടെ മാമൻ്റെ കേസ് വരെ വീഡിയോ ആക്കി ഞാൻ വിനു എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നെപ്പോലുള്ള ചാനലുകൾക്ക് വിലയ്ക്ക് വാങ്ങാൻ PRകൾക്ക് പറ്റില്ല. നമ്മളെപ്പോലുള്ള ചാനലുകൾക്ക് നല്ലൊരു വരുമാനം സ്വന്തം ഉണ്ടാക്കുന്നവരാണ്. എൻ്റെ സർവൈവലാണ് എൻ്റെ ഈ ജോലി. അതിൻ്റെ ക്രെഡിബിലിറ്റി ഞാൻ കളയുമോ? മാനിപ്പുലേഷൻ എന്ന് വെച്ച് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്രിസ്റ്റൽ ക്ലിയറാണ്. കണ്ടന്റ് കൊടുത്താലേ പുറത്ത് PR പണി എടുക്കുന്നുവെന്ന് അനുവിന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവിതം തകർക്കുന്ന വിഷയമാണെങ്കിൽ കൂടിയും അതും അതിലും കണ്ടന്റാക്കി ശ്രമിച്ചതെന്നും സായി കൃഷ്ണ പറയുന്നു.